ഞാനൊരു ഒഫീഷ്യൽ കാര്യത്തിനായിട്ട് തിരുവനന്തപുരത്ത് വന്നിരിക്കും. നിങ്ങൾ അവിടെ കാണുന്നത് തിരുവനന്തപുരത്തെ ലുലു മാളാണ്. ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മളുടെ ഒരു 4-5 സബ്സ്ക്രൈബേഴ്സിനെ കാണാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടി. അന്നത്തെ ആ ഡിസ്കഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യിക്കാനായിട്ടാണ് ഈ വീഡിയോ. അങ്ങനെ നേരിട്ട് കണ്ടതിൽ അത്ര സുഖകരമല്ലാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന ആള് ഗൾഫിൽ നിന്ന് തിരികെ വന്നിട്ടുള്ള ഒരാൾ. അദ്ദേഹം തിരികെ വന്നത് കുറച്ച് പൈസയും കൊണ്ടാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ വന്നിട്ട് പ്രതീക്ഷിച്ചിരുന്നത് പാർട്ട് ടൈമായിട്ട് ട്രേഡൊക്കെ ചെയ്ത് അത്യാവശ്യ ജീവിത ചെലവുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. അതിന് കാരണക്കാര് നമ്മളെപ്പോലുള്ള യൂട്യൂബർമാരും യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് വളരെയധികം ലാഭം കിട്ടുന്ന മേഖലയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്ന ആളുകളുമൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല വീഡിയോകൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയും നിങ്ങളുടെ ഒരു ഗോളുകളും നിങ്ങളുടെ ഒരു അറിവും സമയമൊക്കെ അനുസരിച്ച് വേണം ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഏത് ട്രേഡ് ആയാലും ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വിഷമം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതായത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗൾഫിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് ഏകദേശം 30 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ മൊത്തം കയ്യിലുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? വേറെ കുറച്ച് അസറ്റുകളൊക്കെ ഉണ്ട്. 30 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 1.5 വർഷം കൊണ്ട് അതിലെ 10 ലക്ഷം രൂപ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഓപ്ഷൻസ് ട്രേഡിങ്, അതുപോലെ ഇൻട്രാഡേ ട്രേഡിങ് ഒക്കെ ചെയ്ത് ദിവസം ഒരു 1000 രൂപയ്ക്ക് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ച് 30 ലക്ഷം രൂപ ക്യാപിറ്റലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തും ട്രേഡ് ചെയ്തും ഒക്കെ നടന്ന ആൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 20 ലക്ഷമായിട്ട് കുറഞ്ഞു. അദ്ദേഹമാണ് എന്നെ അന്ന് കാണാൻ വന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു 5-6 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ വളരെയധികം ആളുകളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണക്കാരിൽ ഒരാളായതിനും എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അതിപ്പോൾ നമ്മൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായേക്കാം, പക്ഷേ സൂക്ഷിച്ച് വേണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നത് പലരും ആ ഒരു സുരക്ഷ എന്നുള്ളൊരു കാര്യം ചിന്തിക്കാതെ ചെയ്യുന്നത് കൊണ്ട് പല അബദ്ധങ്ങളിലും പോയി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഐ ഓപ്പണർ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത കാര്യത്തിൽ പോയി തലയിടാൻ പോകരുത് ഒരു കാരണവശാലും. പ്രത്യേകിച്ചും ഡേ ട്രേഡിങ്ങോ ഓപ്ഷൻസ് ട്രേഡിങ്ങോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയില്ല. മനസ്സിലായില്ലേ? അറിയുന്നവർ ചെയ്തിട്ട് തന്നെ പൈസ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അറിയാത്ത കാര്യങ്ങളിൽ പോയി തലയിടരുത് എന്നുള്ളത് തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കോമ്പീറ്റ് ചെയ്യുന്നത് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളെയും അല്ലെങ്കിൽ വലിയ വലിയ ട്രേഡർമാരെയും അവരുടെ വൻ പൈസ കൊടുത്തുണ്ടാക്കിയിട്ടുള്ള അൽഗോരിതങ്ങളോടൊക്കെയാണ് നമ്മൾ മെല്ലിടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലേ? അത് മാത്രമല്ല, നമ്മൾ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മാത്രമല്ല, ജയിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അത്യാഗ്രഹം ചിലപ്പോൾ നമ്മളെ വലിയ നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അറിവില്ലാതെ ഒരു കാരണവശാലും ചെയ്യരുത്. അറിവുണ്ടെങ്കിൽ തന്നെ ചെയ്യേണ്ടത് വളരെ മിതമായിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 10 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ പോയിട്ട് 10 ലക്ഷത്തിനും ട്രേഡ് ചെയ്യല്ല വേണ്ടത്. ആദ്യം ഒരു 50,000-ന് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഗ്രാജുവലി പതുക്കെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? എപ്പോഴും ഒരു തുടക്കക്കാർ എന്നുള്ള നിലയ്ക്ക് നല്ല സ്റ്റോക്കുകൾ വാങ്ങി ഒരു ലോങ് ടു മീഡിയം ടേമിലേക്ക് ഹോൾഡ് ചെയ്ത് അതിൽ നിന്ന് ലാഭമെടുത്ത് അത് പുതിയ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളിലേക്ക് മാറി അങ്ങനെ ഗ്രാജുവലായിട്ടുള്ളൊരു സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ആയിരിക്കും ഒരു തുടക്കക്കാർ എന്നുള്ളതിന് എനിക്ക് നല്ലതാവുക. അതും നല്ല സ്റ്റോക്കുകളിൽ. പിന്നെ ഈ സ്റ്റോക്കുകളുടെ കാര്യം എന്നല്ല പറയുന്നത്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും തുടക്കക്കാർ എന്നുള്ളത് എനിക്ക് നല്ലത്. അല്ലാതെ ഒന്നാം ദിവസം തന്നെ പോയിട്ട് ഓപ്ഷൻസ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഡേ ട്രേഡിംഗ് ഒന്നും നടത്തുന്നത് അത്ര ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇപ്പോഴും ഒരു അറിവ്
കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, പേഷ്യൻസ്. ക്ഷമ. അതായത് അറിവുണ്ടാവണം, ആത്മവിശ്വാസം ഉണ്ടാവണം, ഡിസിപ്ലിൻ, അതുപോലെ ക്ഷമയും ഉണ്ടാവണം. ഈ കാര്യങ്ങൾ എന്ന് കൈവിടുന്നുവോ അന്ന് നഷ്ടമായിരിക്കും. നമ്മൾ 10 ദിവസം ഇങ്ങനെ കൃത്യമായിട്ട് നല്ല ക്ഷമയോടും നല്ല ഡിസിപ്ലിനോടും കൂടിയൊക്കെ ട്രേഡ് ചെയ്തു, 11ാമത്തെ ദിവസം ഈ ക്ഷമ ഇല്ലാതെ പോവുക അല്ലെങ്കിൽ നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ 10 ദിവസം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ആളുടെ മിക്കവാറും എല്ലാ ദിവസത്തെയും ട്രേഡുകൾ ലാഭത്തിലാണ്, പച്ച കാണുന്ന എല്ലാം ലാഭമാണ്. പക്ഷേ അയാളുടെ മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 രൂപ നഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ലാഭം കിട്ടുന്നതെല്ലാം ചെറിയ ചെറിയ ലാഭങ്ങളാണ്, നഷ്ടം വന്നിട്ടുള്ളതെല്ലാം വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ടോട്ടൽ വരുമ്പോൾ ഈ നഷ്ടം വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ എത്രയും കൂടുതൽ ട്രേഡ് ചെയ്യുന്നു അത്രയും ചാർജുകൾ സെറോദയ്ക്കും വൈപൈസയ്ക്കും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡിസിപ്ലിനോട് കൂടി ഒരു ക്ഷമയോട് കൂടിയൊക്കെ ചെയ്താലേ കാര്യം നടക്കുകയുള്ളൂ. എപ്പോഴും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അത് നമുക്ക് യോജിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതേ നടക്കുകയുള്ളൂ. അല്ലാതെ റാൻഡമായിട്ട് വളരെ ഒരു സിസ്റ്റവും ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടം തന്നെയാണ് വരാനുള്ള സാധ്യതയുള്ളത്. ഒരു കാരണവശാലും ഈ 30 ലക്ഷം കൊണ്ടുവന്ന ആള് എല്ലാ പൈസയും കൊണ്ട് ഇതിലിടാൻ പാടില്ലായിരുന്നു അല്ലേ. അത് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണ്? 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയ്ക്കുള്ള കാര്യങ്ങൾക്കുള്ള പൈസ വേറെ മാറ്റി വയ്ക്കുക, 3 വർഷത്തിനും 7 വർഷത്തിനും ഇടയ്ക്കുള്ള പൈസ വേറെ മാറ്റി വയ്ക്കുക, 7 വർഷത്തിന് മുകളിലുള്ള പൈസ വേറെ മാറ്റി വയ്ക്കുക. അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും സേവിങ്സ് പ്ലാനുകളും ഒക്കെ കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അതുപോലെ നമ്മൾക്ക് എപ്പോഴും ഒരു എമർജൻസി ആവശ്യങ്ങൾക്കായിട്ടുള്ള ചെറിയൊരു എമൗണ്ട് മാറ്റി വയ്ക്കണം. അതുമാത്രമല്ല, നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവണം, ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടാവണം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളാണ്. ഇത് നമ്മളെല്ലായ്പ്പോഴും പറയുന്നുണ്ട്, അത് ആളുകൾക്ക് വളരെയധികം അക്ഷമരാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയുമെങ്കിലും നമ്മൾ ഓരോ ദിവസവും ആളുകളായിട്ട് സംസാരിക്കുമ്പോഴും ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും പലരും ഇതൊന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഒരു ഇഷ്ടം പോലെ പോകുന്നു, അവരുടെ കയ്യിൽ അവർ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള പൈസ കളയുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ചുറ്റുപാടും നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക ഏതൊക്കെ പ്രോഡക്റ്റാണ്, ഏതൊക്കെ സർവീസാണ് ഇപ്പോൾ ലോകത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ചിലവായിക്കൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചിലവായിക്കൊണ്ടിരിക്കുന്ന എണ്ണ ഏതാണ്, അരി ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷെയറുകൾ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു കോമൺ സെൻസ് ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ആ കമ്പനികളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെയാണ് ലോങ് ടേമിൽ വിജയിക്കാനുള്ള സാധ്യതയുള്ളത്. അല്ലാതെ ഒരു ദിവസം കുറേ പൈസയും കൊണ്ടുവന്നു കുറേ ആൾക്കാരുടെ വാക്ക് കേട്ട് ഓപ്ഷൻസ് ട്രേഡിങ്ങും ഫ്യൂച്ചർ ട്രേഡിങ്ങും ഡേ ട്രേഡിങ്ങും ഒക്കെ നടത്തി അങ്ങനെ പൈസ കളഞ്ഞു പോകുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ അല്ലേ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു റിസ്കി ആയിട്ടുള്ളൊരു ട്രേഡ് എടുത്ത് അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ളൊരു കാര്യം ചെയ്ത് അതിൽ ലാഭം ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും നമ്മളുടെ ഫേവറിൽ തന്നെ വരുമെന്ന് ചിന്തിക്കുന്നത് മണ്ടന്മാരാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഓപ്ഷൻ, നമ്മളൊരു 10 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഓപ്ഷൻ ഒരു ദിവസം എന്തോ ഒരു ഭാഗ്യത്തിന് 90 മാറി, അങ്ങനെ നമുക്കൊരു 9 ഇരട്ടി പൈസ, 1 ലക്ഷം രൂപയിട്ട് ആൾക്കൊരു 9 ലക്ഷം രൂപ കിട്ടിയെന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടിയ പൈസ മൊത്തം പോവാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയുടെ ഓപ്പോസിറ്റ് ഉള്ള കാര്യം നടക്കുന്ന ഒരു ദിവസം ഉണ്ടായാൽ മതി. മനസ്സിലായില്ലേ? നമ്മൾക്ക് കിട്ടിയ ലാഭവും പോവും, നമ്മളുടെ മുതലും പോവും, എല്ലാം പോകാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു റിസ്കി ട്രേഡ് തന്നെ ധാരാളമാണ് എന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് റിസ്ക് എടുക്കുക എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ള മാക്സിമം എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കി അതിന് ഉള്ള റിസ്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ക്ഷമയുണ്ടാവുക, ഡിസിപ്ലിൻ ഉണ്ടാവുക, അച്ചടക്കം ഉണ്ടാവുക, നമ്മൾ കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക ആണ് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഒരു കാരണവശാലും നിർത്തി പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ക്ഷമയും അച്ചടക്കവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അദ്ദേഹത്തിന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും യോജിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരോട് ഷെയർ ചെയ്യാം.
ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാരെ വേണ്ടി വീഡിയോ ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാവും.